സ്നേഹമുള്ളവരെ, നാലാമത്തെ മോക്ക് ടെസ്റ്റിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ലോഗോസ് ബൈബിൾ ക്വിസ് 2025 കോഴ്സിൽ ഉൾപ്പെട്ട ലൂക്കായുടെ സുവിശേഷം 23-24 അധ്യായങ്ങളിലെ പ്രധാന ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ചെറിയ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. സ്നേഹനാഥനായ ഈശോയെ, ലോഗോസ് ബൈബിൾ ക്വിസിനായി തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങളെ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-24 അധ്യായങ്ങളിലെ പ്രധാന ഭാഗങ്ങൾ നന്നായി ഓർക്കുവാനും എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ വചനത്തോട് ചേർന്ന് നിൽക്കുവാനും ഞങ്ങളുടെ എളിയ ജീവിതം അങ്ങേക്ക് ഇഷ്ടമുള്ളതാക്കി തീർക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ലൂക്ക 23:6 അനുസരിച്ച് യേശു ഏത് പ്രദേശത്തെ ആളാണോ എന്നാണ് പീലാത്തോസ് അന്വേഷിച്ചത്? ഓപ്ഷൻസ്: സമരിയ, യൂദയ, ഗലീലിയ, നസ്രത്ത്. യേശു ഏത് പ്രദേശത്തെ ആളാണോ എന്നാണ് പീലാത്തോസ് അന്വേഷിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, ഗലീലിയ. ഇത് നമ്മൾ കാണുന്നത് ലൂക്കയുടെ സുവിശേഷം 23-ാം അധ്യായം 6-ാം വാക്യത്തിലാണ്. ഗലീലിയ എന്നതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. അവൻ എന്തു തിന്മ പ്രവർത്തിച്ചുവെന്ന് യേശുവിനെ പറ്റി പീലാത്തോസ് എത്ര പ്രാവശ്യം ജനക്കൂട്ടത്തോട് ചോദിക്കുന്നുണ്ട്? ഓപ്ഷൻസ്: 0, 1, 2, 3. അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചുവെന്ന് യേശുവിനെ പറ്റി പീലാത്തോസ് എത്ര പ്രാവശ്യം ജനക്കൂട്ടത്തോട് ചോദിക്കുന്നുണ്ട്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, 3 പ്രാവശ്യം. ലൂക്ക 23-22. അടുത്ത ചോദ്യം 3. ലൂക്ക 23-ൽ താഴെ പറയുന്ന പേരുകളിൽ ഏതാണ് കാണാത്തത്? പീലാത്തോസ്, ഹെറോദ്യസ്, കയ്യഫാസ്, ബറാബാസ്. ഈ 4 പേരുകളിൽ ഏതാണ് ലൂക്ക 23-ാം അധ്യായത്തിൽ കാണാത്തത് എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, കയ്യഫാസ്. കയ്യഫാസ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നില്ല. ലൂക്ക 2-ലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. നാലാമത്തെ ചോദ്യം, യഹൂദരുടെ രാജാവ് എന്ന പദപ്രയോഗം ലൂക്ക 23-ൽ എത്ര പ്രാവശ്യം കാണുന്നു? യഹൂദരുടെ രാജാവ് എന്ന പദപ്രയോഗം ലൂക്ക 23-ൽ എത്ര പ്രാവശ്യം കാണുന്നു? ഓപ്ഷൻസ്: 5, 3, 2, 4. യഹൂദരുടെ രാജാവ് എന്ന പദപ്രയോഗം ലൂക്ക 23-ൽ എത്ര പ്രാവശ്യം കാണുന്നു? ഉത്തരം ഓപ്ഷൻ ബി, 3 പ്രാവശ്യമാണ് കാണുന്നത്. അതായത് 23-3-ലും 37-ലും 38-ലും നമ്മളത് കാണുന്നു. അഞ്ചാമത്തെ ചോദ്യം, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ലൂക്ക 23:46. സമാന വാക്യം പഴയ നിയമത്തിലൂടെ കാണുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഓപ്ഷൻസ്: സങ്കീർത്തനം 31:5, സങ്കീർത്തനം 13:5, പുറപ്പാട് 28:7, പുറപ്പാട് 31:5. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, സങ്കീർത്തനം 31:5. സങ്കീർത്തനം 31:5-ലാണ് നമ്മളത് കാണുന്നത്. അടുത്ത ചോദ്യം 6. അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെ തോന്നിയുള്ളൂ. 24:11. ആർക്ക്? ഓപ്ഷൻസ്: ഫരിസേയർക്ക്, കല്ലറയുടെ അടുത്തേക്ക് പോയ സ്ത്രീകൾക്ക്, അപ്പസ്തോലന്മാർക്ക്, റോമൻ ഭടന്മാർക്ക്. അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെയേ തോന്നിയുള്ളൂ. ആർക്ക്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, അപ്പസ്തോലന്മാർക്ക്. അപ്പസ്തോലന്മാർക്ക് സ്ത്രീകളെങ്ങനെ പറഞ്ഞപ്പോൾ അത് കെട്ടുകഥ പോലെ തോന്നിയുള്ളൂ. ഏഴാം ചോദ്യം, ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയത് എത്ര ശിഷ്യന്മാർ?
ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോയത് എത്ര ശിഷ്യന്മാർ? ഓപ്ഷൻസ് 1, 2, 3, 10. എത്ര ശിഷ്യന്മാരാണ് എമ്മാവൂസിലേക്ക് പോയത്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 2 പേരാണ് പോയത്. ക്ലെയോഫസ് മറ്റേ ശിഷ്യനും കൂടെ. അപ്പോസ്തലന്മാരല്ല, ശിഷ്യന്മാരാണ്. 8ാമത്തെ ചോദ്യം. തൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപ് യേശു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയത് എവിടേക്ക്? ബെത്ലഹേം, നസറത്ത്, ബെഥാനിയ, ജെറീക്കോ. ഈ 4 സ്ഥലങ്ങളിൽ ഏത് സ്ഥലത്തേക്കാണ് ഈശോ തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയത്? നമ്മൾ 24ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഉത്തരം ബെഥാനിയ. ലൂക്കാ 24:50. ബെഥാനിയയിലേക്കാണ് യേശു അവരെ കൂട്ടിക്കൊണ്ടുപോയത്. 9ാമത്തെ ചോദ്യം. ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്ദേശിച്ചുവെന്ന് യേശു പറയുന്നത് ആരോട്? യൂദാസ്കറിയോത്തോയോട്, ശിമയോൻ പത്രോസിനോട്, പ്രധാനാചാര്യനോട്, ന്യായാധിപ സംഘത്തോട്. ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്ദേശിച്ചു എന്ന് യേശു പറയുന്നത് ആരോട്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ശിമയോൻ പത്രോസിനോട്. ലൂക്കാ 22:31. ശിമയോൻ പത്രോസിനോടാണ് യേശു ഇങ്ങനെ പറയുന്നത്. 10ാമത്തെ ചോദ്യം. യേശുവിനും ശിഷ്യന്മാർക്കും പെസഹ ഭക്ഷണം ഒരുക്കിയത് ആര്? ഓപ്ഷൻസ് പത്രോസും യോഹന്നാനും, യാക്കോബ് യോഹന്നാനും, അന്ത്രയോസും ഫിലിപ്പോസും, പത്രോസും യാക്കോബും. ആരാണ് യേശുവിന് പെസഹ ഭക്ഷണം ഒരുക്കിയത്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ പത്രോസും യോഹന്നാനും. ലൂക്കാ 22:8-13. 2 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. Thank you so much for watching. Hope you have enjoyed this video. Consider sharing this with your friends and contacts, even your parish groups. May God bless each one of us. Until we meet again, it is goodbye from Joseph for JJ Logos 316.